cops, very bad cop, okay, or angry cop or some sad cop. In this film, we have seen the very good cop in the world. അല്ല, അതിൽ ഒരു റൈറ്റർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ യൂജിനും ഞാനും ഇതിൻ്റെ ഡയറക്ടർ യൂജിനും ഞാനും ചെറുപ്പം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. നമ്മൾ സ്കൂൾ സമയം തൊട്ടേ പരിചയമുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പഠിക്കുന്ന ഹൈസ്കൂൾ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ ട്യൂഷൻ എടുത്തിരുന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ട്യൂഷന് രാവിലെ 6:30 അല്ലെങ്കിൽ വൈകുന്നേരം 5:30 ട്യൂഷന് പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് SI സെലക്ഷൻ കിട്ടിയ ആൾ പോയി. പിന്നീട് ഞങ്ങൾ 10ൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഈ പഠിപ്പിച്ച വിഷയം കണക്കിനോടുള്ള ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി രാവിലെ ഡ്യൂട്ടിക്ക് പോണതിന് മുമ്പ് വന്ന് ഞങ്ങൾക്ക് ട്യൂഷൻ എടുത്തിട്ട് പോകും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇദ്ദേഹം യൂണിഫോമിലാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട മാഷിനെ പിന്നീട് ഒരു പോലീസ് യൂണിഫോമിൽ വന്ന് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് വേറൊരു റെസ്പെക്റ്റാണ്. ആ റെസ്പെക്റ്റ് പിന്നീട് നമുക്കൊരു അഭിമാനമായി മാറണം. നമ്മളുടെ കണക്ക് സാറാണ് ഇവിടുത്തെ സ്റ്റേഷനിൽ SI അല്ലെങ്കിൽ CI. അന്ന് SI ആയിരുന്നു SHO എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് CI ആക്കി മാറ്റി. അപ്പോൾ അത്തരം ഒരു നമ്മുടെ അധ്യാപകൻ തന്നെ ആ പ്രദേശത്തിൻ്റെ ഒരു കാവലായ SHO ആയി മാറുമ്പോൾ അവിടുത്തെ ക്രൈം റിപ്പോർട്ടിംഗ്, ഡൊമസ്റ്റിക് വയലൻസ് അടക്കം, വീട്ടിൽ നടക്കുന്ന വയലൻസ് അടക്കം കുട്ടികൾക്ക് ഒരു മടിയും കൂടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് കയറി പറയാനുള്ള ഒരു ധൈര്യം വരുന്ന അവസ്ഥ വരുന്നുണ്ട്. നമ്മുടെ സിനിമയിലാണെങ്കിലും നമ്മുടെ അധ്യാപകനാണ് അവിടെ SHO ആയിരിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ട് ഈ ക്രൈം പറയാൻ മടിക്കണം? അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഏതൊരു വളർന്നു വരുന്ന പൗരനും പോലീസ് സ്റ്റേഷൻ എന്നുള്ളതൊരു കയറി ചെല്ലാൻ പേടിക്കേണ്ട, അല്ലെങ്കിൽ കയറിയാൽ നാണം കെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്ന സ്ഥലമല്ല. അതൊരു സർക്കാർ സ്ഥാപനമാണ്. നമ്മളെ സഹായിക്കാനിരിക്കുന്നവരാണ് അവിടെയുള്ള പോലീസുകാരെന്നുള്ള ബോധം ഒരു വിദ്യാർത്ഥികളിൽ വരുത്തിക്കുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഈ സിനിമയിലുണ്ട്. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പറയുന്നു. ഷൈനോട് ഒരു ചോദ്യമാണ്. അന്ന് കൊച്ചിയിലെ ഹോട്ടൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന്? ഹോട്ടലിൽ എന്താണ് ഭക്ഷണം വിളമ്പും, ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ പോകും. അന്നുണ്ടായ കോൺട്രവേഴ്സി ഹോട്ടലിൽ അല്ല ചോദിക്കട്ടെ ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. This is about the film. അല്ല, ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരം പറയാൻ വേണ്ടി തീരുമാനിക്കാമെന്ന് ഷൈൻ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത്. ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു. Okay. പോലീസ് വർഷങ്ങൾ പലതാണ് ചെയ്യുന്നത്. സൂത്രവാക്യത്തിലെ പോലീസ് താങ്കൾക്ക് എത്രമാത്രം ഇഷ്ടമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ 10 വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്തെടുക്കും. ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ്. ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിൽ ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണത്. ഞാൻ ഒരിക്കലും ഷൈൻ ടോം ചാക്കോയും വിൻസി അലോഷ്യസും സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി മറ്റ് ഈ സിനിമയിലെ പ്രവർത്തകർക്ക് ഒപ്പം മാധ്യമങ്ങളെ കാണുകയാണ്.